പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് ധ്യാനിക്കുന്നത് യെശയ്യാ 49:6 വചനം വെളിപ്പെടുത്താണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഇതിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആദ്യത്തെ ഒരു വാക്കാണ്, എൻ്റെ രക്ഷ. ശരിക്കും പറഞ്ഞു, എന്താണ് രക്ഷ എന്നത്? പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ രക്ഷേനെ മാതാപിതാക്കൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത്, എൻ്റെ മോൻ UK പോയി രക്ഷപ്പെട്ടു, എൻ്റെ മകന് ജോലി കിട്ടി രക്ഷപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ കാരണവന്മാർ അവർ രക്ഷ എന്ന പദം സൂചിപ്പിച്ചിരുന്നത്, ദൈവമേ ഒരുപാട് കാലത്തെ പ്രാർത്ഥനയായിരുന്നു വെച്ചാൽ മോനൊന്ന് പള്ളിയിൽ പോകുന്നുള്ളത്, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നത് രക്ഷപ്പെട്ടു വെച്ചാൽ. കുമ്പസാരവും കുറേ കാലം ഉണ്ടായിരുന്നില്ലേ, ഞാൻ കുറേ പ്രാർത്ഥിച്ചു, കുമ്പസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ രക്ഷപ്പെട്ടു. അതായത് പണ്ട് കാലത്തെ ജനം രക്ഷ എന്ന് പറയുമ്പോൾ അത് യേശുവിലേക്കുള്ള ഒരു ഒരു തിരിയലായിട്ട് അതിനെ കാണുമ്പോൾ, ഇന്ന് ആധുനിക കാലഘട്ടം പ്രിയ സഹോദരങ്ങളെ രക്ഷയെ കാണുന്നത് അത് ഈ ലോകത്തിൻ്റെ സമൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെയധികം ഗൗരവമായിട്ട് ഈ ഗോസ്പൽ ഓഫ് പ്രോസ്പെരിറ്റി സ്ലിഹ പറഞ്ഞില്ലേ, ഈ ലോകത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ദാവീദ് രാജാവ് 17-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ സംരക്ഷിക്കട്ടെ. നമ്മളൊരു ഇടവകാംഗം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൗതികമായ നേട്ടം മാത്രം പ്രതീക്ഷിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഭാഗ്യം കെട്ട ജനമാണ് നമ്മൾ എന്ന് പറയുന്നതിൽ വലിയ വേദന. കാരണം ഈശോയല്ല രക്ഷ എന്നുള്ളത്. യേശുവിലേക്ക് ഒരു വ്യക്തി തിരിയുന്നതിന് പറയുന്ന പേരാണ് സഹോദരങ്ങളെ രക്ഷ. അങ്ങനെ ഒരു വ്യക്തി യേശുവിലേക്ക് തിരിഞ്ഞാൽ, അതാണ് ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ആ വ്യക്തിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അത് അറിവാണെങ്കിൽ അറിവ് നൽകും, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം നൽകും, ജോലിയാണെങ്കിൽ ജോലി നൽകും. പക്ഷേ അതവിടെ സെൻറ്റർ എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിലേക്ക് ഈ രീതിയിൽ നോക്കേണ്ടതിന് പകരം, പ്രിയ സഹോദരങ്ങളെ, യേശുവിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതല്ല ജെന്യുവൻ സ്പിരിച്വാലിറ്റി അല്ല. ഇന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് വേദന തോന്നും, പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ ഗൗരവമായിട്ട് എടുക്കാത്തൊരു ജനം. എന്നാൽ യേശു നൽകുന്ന അനുഗ്രഹങ്ങളിൽ മാത്രം കണ്ണു പതിപ്പിക്കുന്ന ഒരു ജനം, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ റൈറ്റ് ട്രാക്കിലല്ല. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ രക്ഷ എന്നത് സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.